ഇന്ന് നോക്കുന്നത് BNSS ചാപ്റ്റർ 5 സെക്ഷൻ 40 40 എന്ന് വെച്ചാൽ അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് പ്രൊസീജിയർ ഓഫ് സച്ച് അറസ്റ്റ്. അതായത് സ്വകാര്യ വ്യക്തികൾ അറസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് ഈ പറയുന്നത്. 40 പറയുന്നത്. അപ്പോൾ 41 നോക്കിക്കഴിഞ്ഞാൽ എനി പ്രൈവറ്റ് പേഴ്സൺ മേ അറസ്റ്റ് ഓർ കോസ് ടു ബി അറസ്റ്റഡ് എനി പേഴ്സൺ ഹൂ ഈസ് ഇൻ ഹിസ് പ്രസൻസ് കമ്മിറ്റ്സ് എ നോൺ ബെയിലബിൾ ആൻഡ് കൊഗ്നൈസബിൾ ഒഫൻസ് or any proclaimed offender and without unnecessary delay but within 6 hours from such arrest shall make over or cause to be made over any person so arrested to a police officer or in the absence of a police officer take such person or cause him to be taken in custody to the nearest police station. അപ്പോൾ 41 പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തി, അതായത് സ്വകാര്യ വ്യക്തി ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിലെ ഒന്നാം സാഹചര്യം എന്ന് പറയുന്നത് ഈ സ്വകാര്യ വ്യക്തിയുടെ മുൻപിൽ വെച്ച് മറ്റൊരു വ്യക്തി ഒരു കൊഗ്നൈസബിൾ ആയിട്ടുള്ളതും നോൺ ബെയിലബിൾ ആയിട്ടുള്ളതും. അപ്പോൾ 2 കണ്ടീഷൻ ഉണ്ട്. കൊഗ്നൈസബിൾ ആയിരിക്കണം, അത് നോൺ ബെയിലബിളും ആയിരിക്കണം. അങ്ങനെയുള്ള കുറ്റം ഈ സ്വകാര്യ വ്യക്തിയുടെ മുൻപിൽ വെച്ച് മറ്റൊരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാം. അതുകൂടാതെ ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡറിനെയും സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാം. ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം 6 മണിക്കൂറിനുള്ളിൽ തന്നെ, അതായത് ഒരു ഡിലേ ഇല്ലാതെ 6 മണിക്കൂറിനുള്ളിൽ തന്നെ അടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടുത്തില്ലെങ്കിൽ ആ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കണം എന്നാണ് 41 പറയുന്നത്. അപ്പോൾ സ്വകാര്യ വ്യക്തി അറസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് 40 പറയുന്നത്. അപ്പോൾ 41 പറയുന്നത് സ്വകാര്യ വ്യക്തിക്ക് തൻ്റെ മുൻപിൽ വെച്ച് മറ്റൊരു വ്യക്തി ഒരു കൊഗ്നൈസബിളും നോൺ ബെയിലബിളുമായിട്ടുള്ള ഒരു ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തതിന് ശേഷം 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അഭാവത്തിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഏൽപ്പിക്കേണ്ടതാണ്. അതാണ് 41. അപ്പോൾ ഈ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് നമ്മൾ പഠിച്ചു 35. അപ്പോൾ അതിനകത്ത് പറയുന്നത് കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്താൽ മതി. പക്ഷേ ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു വ്യക്തി കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്താൽ മതി. പക്ഷേ സ്വകാര്യ വ്യക്തിയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കൊഗ്നൈസബിളും ആയിരിക്കണം, നോൺ ബെയിലബിളും ആയിരിക്കണം ഒഫൻസ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം വരുന്നത്. അപ്പം 41 കഴിഞ്ഞു. 40 സബ്സെക്ഷൻ 2 പറയുന്നത് ഇഫ് ദർ ഈസ് റീസൺ ടു ബിലീവ് ദാറ്റ് സച്ച് പേഴ്സൺ കംസ് അണ്ടർ പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 35 എ പോലീസ് ഓഫീസർ ഷാൾ ടേക്ക് ഹിം ഇൻ കസ്റ്റഡി. അപ്പം 40(2) പറയുന്നത് ഈ സ്വകാര്യ വ്യക്തി അറസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യങ്ങളായി പറയുന്നത് അടുത്തത്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച പ്രതി 35 സബ്സെക്ഷൻ 1 പെടുന്ന ആളാണെങ്കിൽ, അതായത് ഒരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്ത ആളാണെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കേണ്ടതാണ്. അത് 40(3) പറയുന്നത് ഇഫ് ദർ ഈസ് റീസൺ ടു ബിലീവ് ദാറ്റ് ഹി ഹാസ് കമ്മിറ്റഡ് എ നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ആൻഡ് ഹി റെഫ്യൂസസ് ഓൺ ദ ഡിമാൻഡ് ഓഫ് എ പോലീസ് ഓഫീസർ ടു ഗീവ് നെയിം ആൻഡ് റെസിഡൻസ് ഓർ ഗീവ്സ് എ നെയിം ഓർ റെസിഡൻസ് വിച്ച് സച്ച് ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ടു ബി ഫോൾസ് he shall be dealt with the under provision of section 39. But if there is no sufficient reason to believe that he has committed any offence, he shall be at once released. അപ്പോൾ 40(3) പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സെക്ഷൻ 39 അതേ കാര്യമാണ്. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വ്യക്തി നോൺ കൊഗ്നൈസബിൾ ഒഫൻസാണ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്ത വ്യക്തി അറസ്റ്റ് ചെയ്യണമെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഓർഡറോ അല്ലെങ്കിൽ ഒരു വാറണ്ടോ വേണം. അപ്പോൾ ഈ വ്യക്തി അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പിന്നീട് ഈ നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പേരും വിവരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന് ചോദിച്ചതിൽ നിന്നും കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അയാളെ സെക്ഷൻ 39 പ്രകാരം അറസ്റ്റ് ചെയ്യാം എന്നാണ് ഇതിൽ പറയുന്നത്. അതല്ല, പിന്നെ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്ന വ്യക്തി മറ്റു കുറ്റങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ വിട്ടയക്കാം എന്നും 40(3) പറയുന്നുണ്ട്. അപ്പോൾ 40 വെച്ചാൽ അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് പ്രൊസീജിയർ ഓൺ സച്ച് അറസ്റ്റാണ് 40 പറയുന്നത്. അപ്പോൾ 41 പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ മുൻപിൽ വെച്ച് ഒരു കൊഗ്നൈസബിളോ നോൺ ബെയിലബിളോ ആയിട്ടുള്ള ഒഫൻസ് ഒരാൾ ചെയ്താൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അതുകൂടാതെ ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 6 മണിക്കൂറിനുള്ളിൽ തന്നെ തൊട്ടടുത്തുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കേണ്ടതാണ്. അതിനുശേഷം 42 പറയുന്നത് പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് വ്യക്തമാവുന്ന രീതി, അതായത് ഈ പറയുന്ന വ്യക്തി ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്ത വ്യക്തിയാണെങ്കിൽ
അദ്ദേഹത്തെ 35 സെക്ഷൻ 35 സബ്സെക്ഷൻ 1 പറയുന്ന രീതിയിൽ ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. ഇൻ കേസ് അതായത് 43 പറയുന്നത് ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസാണ് ഈ വ്യക്തി ചെയ്തതെങ്കിൽ അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 39 പറയുന്ന പ്രകാരം പേരും അഡ്രസ്സും കൊടുക്കാൻ വിസമ്മതം ചെലുത്തുന്ന അല്ലെങ്കിൽ തെറ്റായി കൊടുക്കുന്ന ആളാണെങ്കിൽ മാത്രം അയാളെ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിട്ടയക്കണം എന്നാണ് 40 പറയുന്നത്. അടുത്ത 41 പറയുന്നത് അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ് ആണ്. അപ്പോൾ 40 അറസ്റ്റ് സ്വകാര്യ വ്യക്തികൾ അറസ്റ്റ് ചെയ്യുന്നത്, 41 മജിസ്ട്രേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് പറയുന്നത് 41 പറയുന്നത് when any offence is committed in the presence of a magistrate, whether executive or judicial, within his local jurisdiction, he may himself arrest or order any person to arrest the offender and may thereupon, subject to the provisions herein contained as to bail, commit the offender to custody. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു മജിസ്ട്രേറ്റ്, ആ മജിസ്ട്രേറ്റ് എന്തോ ആവും, എക്സിക്യൂട്ടീവ് ആവും, ജുഡീഷ്യലും ആവും. അദ്ദേഹത്തിൻ്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ്റെ അകത്ത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ, അദ്ദേഹത്തിന് ഏതൊരു കുറ്റം ചെയ്ത വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാൻ ഈ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ഒന്നെങ്കിൽ മജിസ്ട്രേറ്റ് തന്നെ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറയുകയും ചെയ്യാം, ഓർഡർ ഇടുകയും ചെയ്യാം. അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഏത് കുറ്റം ചെയ്ത ആളെയും അറസ്റ്റ് ചെയ്യാം. അതിനകത്ത് കോഗ്നൈസബിൾ എന്നോ നോൺ കോഗ്നൈസബിൾ എന്നോ വ്യത്യാസമില്ല. ഏത് ഒഫൻസ് ചെയ്താലും മതി. എനി ഒഫൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് ഇവിടുത്തെ മജിസ്ട്രേറ്റിൻ്റെ ഉള്ള വ്യത്യാസം. പ്രൈവറ്റ് പേഴ്സണും മറ്റേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ടിലും കൊഗ്നൈസബിൾ കുറ്റം ചെയ്ത ആളായിരിക്കണം, ആളെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ വിത്തൗട്ട് വാറണ്ട്. പക്ഷേ മജിസ്ട്രേറ്റിനോട് വരുമ്പോഴത്തേക്ക് മജിസ്ട്രേറ്റിന് എനി ഒഫൻസ് ചെയ്ത ആളെയും ഏത് ഒഫൻസ് ചെയ്ത ആളെയും മജിസ്ട്രേറ്റിനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുകയോ ചെയ്യാം. അതാണ് 41 പറയുന്നത്. 41 പറയുന്നത് എനി മജിസ്ട്രേറ്റ് വെദർ എക്സിക്യൂട്ടീവ് ഓർ ജുഡീഷ്യൽ മേ അറ്റ് എനി ടൈം അറസ്റ്റ് ഓർ ഡയറക്റ്റ് ദ അറസ്റ്റ് ഇൻ ഹിസ് പേഴ്സൺസ് വിത്തിൻ ഹിസ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് എനി പേഴ്സൺ for whose arrest he is competent at the time and in the circumstances to issue a warrant. അപ്പം 41(2) പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെ വാറണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരത്തെക്കുറിച്ചാണ്. 41(1) പറഞ്ഞത് ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ വെച്ചൊരു കുറ്റം ചെയ്താൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാനോ ഉള്ള അധികാരമുണ്ടെന്നാണ് 41(1) പറയുന്നതെങ്കിൽ 41(2) പറയുന്നത് വാറണ്ട് കൊടുക്കാൻ അധികാരമുള്ള അവസ്ഥയിലാണ് ഒരു മജിസ്ട്രേറ്റ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിലാണെങ്കിൽ വാറണ്ട് നൽകാൻ അധികാരമുണ്ട്. വാറണ്ട് നൽകി ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വാറണ്ട് നൽകി മറ്റൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യിക്കാനോ ഒരു എക്സിക്യൂട്ടീവോ ജുഡീഷ്യലോ ആയാലും മതി. മജിസ്ട്രേറ്റ് എക്സിക്യൂട്ടീവോ ജുഡീഷ്യലാണ് ആയാലും മതി. അവർക്ക് ഈ ഒരു വ്യക്തിയെ വാറണ്ട് നൽകി അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നതാണ് 41(2) പറയുന്നത്.